പ്രധാനപ്പെട്ട ദിനമാണ്. ആഗോള ക്രൈസ്തവ സഭ ഇന്ന് പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കുകയാണ്. അതില് നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇന്ന് രാവിലെ പെസഹ ആരാധനയില് കർത്താവിന്റെ തിരുവത്താഴത്തില് നിങ്ങൾ പങ്കുചേർന്ന് കാണും. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആ ആരാധനയിലേക്ക് തിരുവത്താഴത്തിലേക്ക് പോകാൻ നിങ്ങൾ ഒരുങ്ങുകയായിരിക്കും. ഏതായിരുന്നാലും ഇത് വളരെ സുപ്രധാനമായ ഒരു ദിനമാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് സമയമെടുത്ത് ധ്യാനിക്കേണ്ട സംഭവങ്ങൾ ഉള്ള ഒരു ദിനം. എന്നാൽ ഇന്ന് നമ്മൾ ഇതിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ തിരുവത്താഴം ആചരിച്ചത്, പെസഹ ആചരിച്ചത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാതെ അതിൻ്റെ ആമുഖമായിട്ട് കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അത് യേശു പറഞ്ഞത്, അവരെല്ലാവരും, അതായത് 12 പേരും കൂടെ യേശു അത്താഴത്തിലിരിക്കുമ്പോൾ യേശു പറയുന്ന ആ പ്രസ്താവന, നിങ്ങൾ ഒരുവന് എന്നെ കാണിച്ചു കൊടുക്കും. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരാളാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ തരത്തിലുള്ള ബിട്രയലിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബിട്രയൽ എന്ന് പറയുമ്പോൾ, ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന കുറ്റവാളികളെയൊക്കെ ഈ പോലീസിന് കാണിച്ചു കൊടുക്കുക. അതൊക്കെ ഒരുപക്ഷെ നമ്മൾ പോലീസിന് കൊടുക്കുന്ന ടിപ്പ് അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്യും. ഈ അടുത്ത സമയത്ത് തന്നെ കടലിൽ കൂടെ ലഹരി വസ്തുക്കൾ കൊണ്ടു, അല്ലെങ്കിൽ എയർപോർട്ടിൽ കൂടെ സ്വർണം കടത്തിയ ആൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇവിടെ ഈ ഒറ്റുക എന്നുള്ള അതിനർത്ഥം, നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവർ നമ്മളുടെ ആ ബന്ധത്തെ തകർക്കുന്ന വിധത്തിൽ നിലപാടെടുക്കും. അത് ഒരു വ്യക്തികളെ ആകണമെന്നില്ല, ചിലപ്പോൾ ചില ആശയങ്ങൾ നമ്മൾ ഒറ്റുകൊടുക്കും. അപ്പോ നമ്മുടെ ജീവിതത്തില് ഈ ബിട്രയൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ സാധാരണ നമ്മൾ ഗൗരവമായി എടുക്കാത്ത ഒരു കാര്യമായിരിക്കും. ഇപ്പൊ സത്യത്തിന് വിരുദ്ധമായി നമ്മളൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് സത്യത്തെ ഒറ്റുകൊടുക്കുക. നീതിക്ക് എതിരായ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് നീതിയെ ഒറ്റുകൊടുക്കുക. അപ്പൊ അങ്ങനെ ജീവിതത്തില് പല അവസരങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഇതുപോലെ നമ്മൾ ഒറ്റുകൊടുക്കാനായിട്ട് ഉള്ളൊരു സാധ്യത ഉണ്ട്. അത് എപ്പോഴാണെന്നുള്ള സാഹചര്യം വളരെ പ്രധാനമാണ്. കാരണം ഒന്നിൽ തിരുവത്താഴത്തിന് പോകുന്നത് മുമ്പ്, അല്ലെങ്കിൽ തിരുവത്താഴം കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതോ ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നത് വെറും ഒരു ആചാരമായി ചടങ്ങായിട്ട് മാറും? ജീവിതത്തെ എങ്ങനെയാണ് മാറ്റുന്നത്? നമ്മളെ മനസ്സിൽ തെറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണോ, തിന്മ വെച്ചുകൊണ്ടാണോ കർത്താവിന്റെ മേശയിലേക്ക്? അതുമല്ല, തിരുമേശ അനുഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ തെറ്റുകളിലേക്ക് പോവുകയാണ്. അപ്പോ എങ്ങനെ ആയിരുന്നാലും നമ്മൾ ചെയ്യുന്ന, നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ നിലപാടിനെതിരായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിശ്ചയമായും യേശുവിനെ ഒറ്റിക്കൊടുക്കുക. എന്നാൽ ഒരു കാര്യം കൂടെ ഉണ്ട്, നീതിക്കെതിരായിട്ട് നമ്മള് പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കാതെ, അനീതിക്ക് എതിരായിട്ട് സംസാരിക്കാതെ ഇരിക്കുന്നത് തന്നെ ബിട്രയലാണ്. യോഹന്നാൻ സ്നാപകന്റെ കഥ അറിയാമല്ലോ. ആ സദസ്സിൽ ആരും രാജാവിന്റെ പ്രവൃത്തിയെ വിമർശിച്ചില്ല. അതുകൊണ്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ ഒറ്റുകാരായി മാറുന്ന ഒരു ചുറ്റുപാടുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് ഓർക്കുക. ദൈവം ഈ ദിവസം ഒരു നല്ല ഉൾക്കാഴ്ച തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
Shama